അധ്യാത്മരാമായണ പാരായണം 29-ാം ദിവസം. രാമരാവണ യുദ്ധം. ഇത്തം പറഞ്ഞു യുദ്ധത്തിനുരുമ്പിട്ടു ഭദ്രമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേനെ സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരുമൊന്നിച്ചു 10 കഴുത്തനെ കൂപ്പിപ്പുറപ്പെട്ട വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കപികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ, നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോടു ചെയ്തു തൊടുക്കിടുവാൻ ആനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളുകേ വരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേനെ ബാണജാലങ്ങൾ തൂക്കിയിടിനാൻ. എത്ര നിശാചരരുണ്ട് വന്നേറ്റതിങ്ങെത്ര രാമന്മാരോ ഉണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവമന്നേരം എന്നോടു തന്നെ പൊരുന്നിതു രാഘവനെന്നു തോന്നി. രജനീചരർക്കൊക്കവേ 12 നാഴിക നേരമൊരുപോലെ യാതുധാനാവലിയോടു രഘൂത്തമൻ അസ്ത്രം വരിഷിച്ച നേരമാർക്കും തത്ര തിരിച്ചറിയായതിന്മേലേതുമേ. വാസരരാത്രി നിശാചര വാനരമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകകൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗി തുടരെ കേട്ടു ദേവഗന്ധർവ യക്ഷപ്രാപ്സരോ വൃന്ദവും. ദേവമുനീന്ദ്രനാ നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാകാശാചാരി. ആനന്ദപൂർവകം 12 നാഴിക കൊണ്ടു നിശാചര മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്നിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനന്നേരം. മർക്കടനായകന്മാരോട് അരുൾ ചെയ്തതി കണക്കേ യുദ്ധമാശു ചെയ്തിടുവാൻ.
ഞാൻ. നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനുതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാ. താതാ സഹോദര നന്ദന വല്ലഭ നാഥാ നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നിതു മറ്റല്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്തു കുറ്റമതിൽ പരം പേപ്പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കുതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർദ്ധ പ്രഹരമാത്രേണ ഖരാതിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യുവരുത്തി വാഴിച്ചു സുഗ്രീവനെ. സത്വരൻ വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയുമുണ്ടോ. വിചാരമാപത്തിങ്കലുണ്ടാവൂ സിദ്ധമല്ലായിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ. നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു തന്മരണത്തിനും. നല്ല സുധന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലായ്ക ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ അടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെയും വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടയ്ക്കയും പാരം ഗുരുജനദ്വേഷവുമുണ്ടവനാരോടും ഇല്ല കൃപയും ഒരിക്കലും. ഇമ്മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മെ ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം പുരസ്ത്രീ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനാ. ശത്രുക്കളെ കൊന്നൊടുക്കുവാനിനെ യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേഹ മഹോദരനും മഹാപാർശ്വനും ഉത്തര ഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങളുണ്ടായതിൻ ആദരിച്ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമിന്നേ വാനരവീരരും. രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റമൂക്കോടടുത്തു നിശാചരവീരരും സുഗ്രീവനും വിരൂപാക്ഷനും
തങ്ങളിൽ ഉഗ്രമാവണ്ണം പൊരുതാരതു നേരം വാഹനമാകിന വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനം കൊന്നതു കണ്ടു വിരൂപവിലോചനൻ ചെന്നിതു വാളും പരിചയം കൈക്കൊണ്ടു കുന്നുകൊണ്ടൊന്നറിഞ്ഞാൽ കപിരാജനും നന്നായിരുന്നു വിരൂപാക്ഷനുമത വിട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റുന്നു കാലപുരം പുക്കുമേവിനാ തീരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതി ക്രൂധനാ വന്നടുത്താൻ മഹാപാർശ്വനും അങ്കദൻ കൊന്നവനെയും അന്നേരം പൊങ്ങിയിടും മിഴികളോടാശരാധീശനും പൂർമതത്തോടുമടുത്തു കപികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൂഴിയിൽ രാമനുമൈന്ദ്രാസ്ത്രമേതു തൊടുത്തിതു താമസാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമേതാനതു വന്നളവാതുരന്മാരായിദാശു കവികളും വാരണസൂകര കുക്കുട ക്രോഷ്ടക സാരമേയോരക സൈരിഭവായ സവാനര സിംഹരരു മൃഗകാഗഹൃദ്വാംനമായി വരുമാസുരാസ്ത്രാത്മകം മുദ്ഗരപട്ടസശക്തി പരശ്വത ഖഡ്ഗശൂല പ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയം അസ്ത്രമേതാൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളുമാദിത്യനഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളാ ചെന്നു നിറഞ്ഞളവാസുരമസ്ത്രവും പൊയ്മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമൽപേതരായുധം കാണായിതന്തികെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിന മാനവവീരരും സൗരാസ്ത്രമേതാ ദശാനനന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമേതതും ഖണ്ഡിച്ച നേരമാ ഖണ്ഡലവൈരിയും ചണ്ഡികാരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മാർഗങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനതു കൊണ്ടുടൽ കീറിമുറിഞ്ഞതു നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലൂക്കോടു തൽക്ഷണേക്കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിന 5 ശരമേതു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനം ഭൂതലേ ചാടി വീണാംശുവേൽ കൊണ്ടതി ക്രോധ വിഭീഷണെ പ്രയോഗിച്ചിതു ബാണങ്ങൾ 3 കൊണ്ടിതു മുറിച്ചിതു വീണിതു 3 നുറുങ്ങി മഹീതലെ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരുവേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൻപുക്കു ബാണങ്ങളെ
ചെയ്തു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിന ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്കിൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്ക വേലിതും എന്നു പറഞ്ഞു വേഗേനെ ചാട്ടിയിടിന ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ വിസ്ത്രസ്തനായി തത്ര വീണു കുമാരനും വേൽക്കൊണ്ടു ലക്ഷ്മണൻ വീണിതു കണ്ടുള്ളിൽ മൽകൊണ്ടു രാമനും നിന്നു വിഷണ്ണരാ ശക്തി പറപ്പതിനാർക്കും കവികൾക്കും ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചിടുൾക്കോപമോടു മുറിച്ചെറിഞ്ഞിടിന മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാദര ലക്ഷ്മണൻ തന്നുടെ ചുറ്റുമിരുന്നിനെ രക്ഷിച്ചു കൊള്ളുവിൻ വിഷാദിക്കരുതേതും ദുഃഖസമയമല്ലിപ്പോഴുഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദീപങ്ങളും സപ്താംബുദികളും സപ്താചലങ്ങളും ചന്ദ്രസൂര്യന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിച്ചു ഞാൻ ആയോധനെ ദശകണ്ഠനെ കൊൽവാനൊരായുധ പാണിയെന്നാകും നിസംശയം ദേവാസുരോരക ചാരണ താപസരേവരും കണ്ടറിയണം മമബലം ഇത്തമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോടസ്ത്രങ്ങളേതു യുദ്ധം തുടങ്ങിയിടിന തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂകിത്തുടങ്ങിന രാഘവരാവണന്മാർ തമ്മിലന്യോന്യം മേഘങ്ങൾ മാറി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിലാതി മുഴുത്തു രഘുകുലനായകൻ താരേയതാതനോടേവരുമരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി ഭ്രാതാവു തന്നോടു കൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതെല്ലാതുമേ കേൾപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൻപാനുമേതുമരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതു നിൽക്കുമേൽ ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടില്ല നഷ്ടമായി വന്നിതു മാനവും മാനസേ ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിടിന ദേഹത്തിനേഹും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം വക്രനേത്രങ്ങൾക്കുമീതും വികാരമില്ലത്തൽ തീർന്നപ്പോഴുണരും അവരജൻ എന്നുണർത്തിച്ച നിലാത്മജൻ തന്നോടു പിന്നീ നിരൂപിച്ചു ചൊന്നാൻ സുഷീണനും മുന്നേ കണക്കെ വിശല്യ കരണിയാകുന്ന മരുന്നിന്നു
ചെന്നു കൊണ്ടുവന്നിടുക എന്നളവി ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിന. നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിന. പിന്നെയും ഔഷധശൈലം കപിവരം മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിന. മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാൺക കാരണമെന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും. ഒന്നു തിരുമനസ്സിങ്കലുണ്ടാകണം സത്യം തബോധനന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നു കൂടായെന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാമിവനെ കൊന്നു പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘൂത്തമൻ രക്ഷോവരനോട് എതിർത്താനതിദ്രുതം. തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പൂരിനു രാഘവനോട് എതിർത്തിടിന. പാരിൽ നിന്നിക്ഷാകുവംശതിലകനും തേരിൽ നിന്നാശു ശരവംശതിലകനും. പോരതിഘോരമായി ചെയ്തൊരു നേരത്തു പാരമിളപ്പം രഘൂത്തമനുണ്ടെന്നു നാരദാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോട് ചൊന്നാൽ മമസെന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവനു ഹിതം വരുമാറു നീ തേരു തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലി താനതു കേട്ടുടൻ തേരുമാ ഭൂതലം തന്നിലിഴഞ്ഞു ചൊല്ലിടിന. രാവണനോടു സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാ വിളകൊണ്ടിതു. തേരിതിലാശു കരേറുക പോരിന മാരുത തുല്യ വേഗീനെ നടത്തുവാൻ എന്നതു കേട്ടു രഥത്തെയും വന്നിച്ചു മന്നവൻ. തേരിലാം മാറു കരേറിന തന്നോടു തുല്യന രാഘവനെ കണ്ടു വിണ്ണിലമ്മാറൊന്നു നോക്കി. ദശാനനൻ പേമഴ പോലെ ശരങ്ങൾ തൂകിടിന. രാമനും ഗാന്ധർവമസ്ത്രമേതിടിന. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായെത്രയും ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമേതു രഘുനാഥനും. മാതലിമേലും ദശാനനൻ ബാണങ്ങളേതു കൊടിയും മുറിച്ചു കളഞ്ഞിതു. വാജികൾക്കും ശരമേറ്റുമേറ്റു പുനരാജിയും ഘോരമാ വന്നു രഘുവരൻ. കൈകാൽ തളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധൗ കൈകസി നന്ദനനായ വിഭീഷണൻ ശോകാതിരേകം വളർന്നു നിന്നിടിന. ലോകരുമേറ്റം വിഷാദം കലർന്നിതു. കാലപുരത്തിനയപ്പനിനിയെന്നു ശൂലം പ്രയോഗിച്ചതാ ശരാധീശനും. അസ്ത്രങ്ങൾ കൊണ്ടു തടപൊറാഞ്ഞോർത്തുടൻ വൃത്രാരിതന്നുടെ തേരിലിന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തന പോരിലൊഴിച്ചു നിർത്തിയിടിനാൻ അന്നേരം. ആലസ്യമൊട്ടകുന്നോരു നേരം തത്ര പൗലസ്ത്യനും സൂതനോടു ചൊല്ലിടിന. എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാലന്തനായി ഞാനെത്ര ദുർബലനാകയോ. കൂടലരോടെതിർത്താൽ ഞാനൊരുത്തനോ ഓടി ഒളിച്ചവാറെന്നു കണ്ടു ഭവാൻ. നീയല്ല
സൂതനെനിക്കിനി രാമനു നീയിനി ബാന്ധവനെന്നറിഞ്ഞേനകം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിന. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല മൽസ്വാമിയെ ദോഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരം മാമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാ മോഹവും അകലുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കണമെന്നു കൽപ്പച്ചത്രേ. സാരഥി താനറിയണം മഹാരഥന്മാരുടെ സാധവും വാചികൾ സാധവും വൈരികൾക്കുള്ള ജയാജയകാലവും പാരിൽ നിന്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭോ എന്നതു കേട്ടു തെളിഞ്ഞത രാവണനൊന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിനിത്തൊരടുത്താശു കൂട്ടിയിടുക. പിന്നോക്കം ഇല്ലിനിയൊന്നു കൊണ്ടുമിടോ ഇന്നോടു നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിക നീ. സൂതനും തേരതിവേഗേനെ കൂട്ടിന ക്രോധം മുഴുത്തങ്ങടുത്തിയതു രാമനും തങ്ങളിലേറ്റമണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. തങ്ങളിലേറ്റമണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അഗസ്ത്യപ്രവേശവും ആദിത്യസ്തുതിയും. അങ്ങിനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങിനെ എന്നറിഞ്ഞിലഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാനാകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്നിച്ചു നിന്നു. രഘുകുലനാഥനാനന്ദം എന്നരുൾ ചെയ്താനഗസ്ത്യനും അഭ്യുദയാ നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്കു വന്നിതു ഞാനെടോ. താപത്രയവും വിഷാദോന്തിന്നു പോവാപത്തു മറ്റുള്ളവയും അകന്നുപോവും. ശത്രുനാശം വരും രോഗാവിനാശനം സിദ്ധിക്കുമായുസ്സു സൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യ ഹൃദയമാം മന്ത്രമിതുത്തമം എത്രയും ഭക്ത്യാ ജപിക്കെടോ. ദേവാസുരോരക ചാരണ കിന്നര താപസ ഗുഹ്യക്ഷരക്ഷോഭുത കിംപുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സംപ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനെത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരെ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരീ വൃന്ദവും വാരണഭക്തനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരക സമൂഹവും വാരമാസർത്തു സംവത്സര കൽപ്പാതി കാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്ത വേദന വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ തുഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവിത സമസ്തോ ലോകേഷണൻ ഭാസ്വാം വിവസ്വാ നഭസ്വാ ഗഭസ്തിമാ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണതൻ ലോകശ
ശിശിരാരി ഘോരതിമിരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ ഭാനുഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശുനർജുനാശ്വരൻ സകലേശ്വരൻ സുപ്താജനവബോധപ്രദൻ മംഗലൻ ആദിത്യൻ അർക്കൻ അരുണാനന്ദകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനം ശുമാനുഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രത്യോദനൻ പരൻ ഗത്യോദൻ അദ്വാദൻ അദ്വയൻ വിദ്യാവിനോദനൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്യൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാവനൻ വിശ്വീകനായകൻ വിശ്വാസഭക്തിയുക്താനാംഗതിപ്രദൻ ചണ്ഡകിരണൻ തരിണി ദിനമണി പുണ്ടരീക പ്രബോധപ്രദനാര്യമ ദ്വാദശാത്മാ പരമാത്മാ പരാപര ആദിദേയൻ ജഗദാദിഭൂതൻ ശിവൻ കേദാവിനാശൻ കേവലാത്മബിന്ദു നാദാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപന ജ്ഞാന വിനാശനൻ ധ്യാനിച്ചു കൊള്ളുക നിത്യമീ ദേവനെ ജ്ഞാനസ്വരൂപന ജ്ഞാന വിനാശനൻ ധ്യാനിച്ചു കൊള്ളുക നീ നിത്യമീ ദേവനെ. ആദിത്യഹൃദയം. സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമഃ അന്ധകരാന്ധകരായ നമോ നമഃ ചിന്താമണി ചിദാനന്ദായ തേ നമഃ നീഹാരനാശകരായ നമോ നമഃ മോഹവിനാശകരായ നമോ നമഃ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ സ്ഥാവരജംഗമാചാര്യായ തേ നമോ ദേവായ വിശ്വേക സാക്ഷിണീ തേ നമഃ സത്യപ്രധാനായ തത്വായ തേ നമഃ സത്യസ്വരൂപായ നിത്യം നമോ നമഃ ഇത്തമാദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം ചിത്തം തെളിഞ്ഞാഗസ്തോക്തി കേട്ടെത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനും കൂപ്പിനാ പിന്നെ വിമാനവുമേറെ മഹാമുനി ചെന്നു വീണാധരോപാന്തേ മരുവിനാ. രാവണവധം. രാഘവൻ മാതലിയോടരുളി ചെയ്തിതാകുലമിന്നിയെ തേർ നടത്തിയിടു നീ മാതലി തേരതിവേഗേനെ കൂട്ടിനാനേതുമീ ചഞ്ചലമില്ലാതെ ശാസ്യനം മൂടിപ്പൊടി കൊണ്ടു ദിക്കുമുടനിട കൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം രാത്രിഞ്ചരൻ്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും യാധുദാനാധിപൻ വാജികൾ തമ്മെയും മാതലി തന്നെയും ഏറെ എയ്തിടിന ശൂലം മുസലങ്കദാദികളും മേൽക്കുമേലെ പൊഴിച്ചു രാക്ഷസരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിതു രാമനും ഏറ്റമണഞ്ഞുമകൊന്നും വലം വെച്ചും ഏറ്റുമിടം വെച്ചുമുട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സത്യകൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും
പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ലി വണ്ണമിനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാ നന്നു നന്നെന്നു തെളിഞ്ഞിതു നാരദൻ. പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കാണുകയായ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടിന. വാദമടങ്ങി മറിഞ്ഞിതു സൂര്യനും വേദിനി താനും വിറച്ചിതു പാരമാ. പാഥോനിധിയുമിളകി മറിഞ്ഞിതു പാതാളവാസികളും നടുങ്ങിയിടിന. അമ്പുതിയോടെ തീർത്തിയിടിലും അമ്പരമമ്പരത്തോടെ തീർത്തിയിടിലും. രാഘവരാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിന ദേവാദികളും. അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരൻ്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ. അതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു. രണ്ടാമതും ഉണ്ടായതപ്പോളതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ. അരക്ഷണാൽ ഇത്തം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല സത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമെന്നേ നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലുമെങ്ങും കുറവില്ലവൻ തല 10നും. രാത്രിഞ്ചരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോ. കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലിവമ്പന മാരീചൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്നന്തതിദുഷ്ടനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടില്ല ഉപായവുമേതുമൊന്നീശ്വര. ചിന്തിച്ചു രാഘവൻ പിന്നെയും അദശകന്ധരെ മെയ്യിൽ ബാണങ്ങൾ തൂകിയിടിന. രാവണനും പൊഴിച്ചിടിനാം ബാണങ്ങൾ. ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ട ശരങ്ങളെ കണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കേൾപ്പു കുറഞ്ഞു ദശാസ്യനു നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുന്നോരനന്തരം മാതലിതാനും തൊഴുതു ചൊല്ലിടിനാനേതും വിഷാദമുണ്ടായ മാനസേ. മുന്നമഗസ്ത്യ തബോധനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭു. പൈതാമഹസ്ത്രാമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീയതെന്നോടിനി കൊന്നിടുവാൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നു തരന്തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമാ. വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായക വിശ്വാസഭക്ത്യ ജപിച്ചയച്ചിടിന. രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു. വാരീധിയിൽ പുക്ക ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടെ. ബാണവുമെന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണീടിന. പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പക വൃക്ഷ പുതുമലർ തൂകിനാരുൽപ്പന്നമോദേനെ വാനവരേവരും. അർക്കകുലോത്ഭവൻ മൂർധ്നി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ. അർക്കനും നേരെയുദിച്ചാനതു നേരം മന്ദമാ വീശിത്തുടങ്ങി. പവനനും നന്നായി വിളങ്ങി. ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിന. ശേഷിച്ച രാക്ഷസരോട് അകം പൊക്കു കീഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. അർക്കജൻ മാരുതി നീലാംഗദാദിയാ മർക്കടവീരരു മാർത്തു പുകഴ്ത്തിനാർ. രാവണഗാത്രദഹനം.
അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരീകത്തു ചെന്നിരുന്നാകുലാർ. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിഫലമല്ലോ വരുന്നതും. ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ, മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന. വീരാ മഹാശയനോചിതനായ നീ പാരിലെ വണ്ണം കിടക്കുമാറായതും കണ്ടിതല്ല ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനിതാർക്കൊഴിക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനരുൾ ചെയ്തിതാദരാൽ. എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖി. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്കെന്നിയോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങീതി വന്നിനി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ. ഇത്തമരുൾ ചെയ്തു നിന്നരുളുന്നേരം തത്ര മണ്ഡോദരി കേണുവന്നിടിന. ലങ്കാധിപൻ മാറിൽ വീണു കരഞ്ഞു മാതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും. പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിന. പങ്ക്തിരഥാത്മജനപ്പോൾ അരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോടു സാദരൻ. രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം. തത്ര വിഭീഷണൻ ചൊന്നാനിവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലെ. യോഗമല്ലേതു മടിയനിനുവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്നു ബഹുമാനമോടെ രഘൂത്തമൻ. പിന്നെയും ചൊന്ന വിഭീഷണൻ തന്നോട് മദ്ബാണമേറ്റുരണാന്തി മരിച്ചോരു കർഭുരാധീശ്വരനേറ്റിതു പാപങ്ങൾ. വൈരവുമാ മരണാന്തമെന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ. ശേഷക്രിയകൾ വഴിയെ കഴിക്കൊരു ദോഷം നിനക്കതിനേതുമകപ്പെടാ. ചന്ദനഗന്ധാദി കൊണ്ടു ചിതയുമാനന്ദേന കൂട്ടി മുനിവരന്മാരുമാ വസ്ത്രഭരണമാല്യങ്ങൾ കൊണ്ടു തഥാ നക്തഞ്ചരാധിപ ദേഹമലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചു കൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധക്രിയയും ചെയ്തു. രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധ ഉദകക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിന. മാതലയും രഘുനാഥനെ വന്നിച്ചു ജാതമോദം പോയി സുരാലയം മേവിന. ചെന്നു നിജ നിജ മന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർമ്മകളും. ചെന്നു നിജ നിജ മന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും. दया करो हे दयानिधि हे भगवान. दया करो हे दयानिधि हे भगवान.